ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ഫെയർവെൽ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടക്കുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു. കാരണം നമ്മളൊരു 1.5 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പിന്നീട് എല്ലാവരോടും ഒന്ന് കാണുമെന്ന് ഇങ്ങനെ ദിവസം ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നമ്മൾ ഉറപ്പിച്ചു കേട്ടോ ഇന്ന് നമ്മൾ കാണത്തില്ല, അങ്ങനെ ഒരു ഇതിൽ നിന്നേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫെയർവെൽ നടത്താമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവർ ബന്ധുക്കളാണ് കേട്ടോ. അപ്പം ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഇവർ തമ്മിൽ അത്ര ബോണ്ടിങ് ആയിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അവരും കാണുന്നു, അതിൻ്റെ സന്തോഷം. പിന്നെ ഈ പൂച്ചകളായിരുന്നു അവിടുത്തെ പ്രധാന വിഷയം. അവർ പറഞ്ഞ് പൂച്ച വാല് വെക്കി നമ്മൾ അടിക്കാൻ വരിക, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് അത്ഭുതത്തോടെ കേട്ടിരിക്കുമായിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ട് കോളേജൊക്കെ. കാരണം ആളില്ലാഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു. ക്ലാസ്സിലായിരുന്നു എല്ലാവരും. പിന്നെ നമ്മൾ കുറേ പേരിങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളും പൂച്ചയും കൂടെ ഉള്ള വഴക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പട്ടിക്കുട്ടി ഓടി വന്നിട്ട് പുള്ളിയും കൂടെ അങ്ങ് ഇടപെട്ട് അതിനകത്ത്. പിന്നെ പട്ടിയും പൂച്ചയൊക്കെ ഞങ്ങൾ ഓടിച്ച് മാറ്റി ഇവിടുന്ന്. അല്ല നമ്മളവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മളെ നേരെ ചാടി വരുമായിരുന്നത്. ഞങ്ങൾ കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ടൊക്കെ പോയി കുറേ നേരം അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു. പിന്നെ ഇവരുടെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ തിരിഞ്ഞ് നിൽക്കുക, ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അത്ഭുതത്തോടെ എന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ സംഭവം ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ട് ഇവർ ഇത്ര അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരുടെ അഭിനയത്തിൽ ഞാൻ സംതൃപ്തിയായി, മനസ്സൊക്കെ നിറഞ്ഞു കേട്ടോ. കാരണം ഇത്രയും അഭിനയിക്കാൻ ഞാൻ വിചാരിച്ചതല്ല. എന്തായാലും ഇനി ഞാൻ അവരോട് പറയില്ല അഭിനയിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും കോളേജൊക്കെ കാണാനായിട്ട് ഇറങ്ങി. കാരണം അവിടെ ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ ബഹളം നമുക്ക് സ്വാതന്ത്ര്യം നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബെല്ലൊക്കെ അടിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ എല്ലാം ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാൻ പോവാണ്. ഇപ്പോൾ തന്നെ 11:30 എങ്ങാണ്ടായിട്ടുണ്ട്. നമ്മൾ 10 മണിക്ക് പ്രോഗ്രാം വെച്ചിരുന്നത്. പിന്നെ ഒരു സാറിനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇത് വെച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. കുളത്തിൽ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പടക്കച്ചെടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതിൻ്റെ കയ്യിൽ നിന്ന് അരി കൊണ്ടിടുമായിരുന്നു. ഇത് വെള്ളത്തിൽ ഇടുമ്പോൾ പൊട്ടുന്നതായിരുന്നു. അങ്ങനെ അത് കൊണ്ടിട്ടിട്ട് പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ ഈ കുളം നല്ല വൃത്തികേടായിട്ട് കിടന്നായിരുന്നു. ഞങ്ങൾ വൃത്തികേടാക്കിയല്ലോ കേട്ടോ, അതിങ്ങനെ പായലൊക്കെ കയറി അങ്ങനെ എന്തോ ആയതാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ വേറൊരു കായുണ്ട്, നാരകത്തിൻ്റെ മണമുള്ള കേട്ടോ ഒരു കായ. അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ പൊട്ടിക്കും, മണക്കുമ്പോൾ നല്ലൊരു നാരത്തിൻ്റെ മണമായിട്ട്, പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവൾ പറഞ്ഞായിരുന്നു കേട്ടോ, അറിയണമെങ്കിൽ കമൻറ്റ് ഇടണേന്ന്. പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചുറ്റിക്കളനൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. പിന്നെ ഐശ്വര്യമുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലായിരുന്നു, പവർ കട്ടായിരുന്നു. മറ്റേ ടച്ച് വെട്ട് അങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിക്കേ കറണ്ട് വരത്തുള്ളൂ. നമ്മുടെ പ്ലാൻ എല്ലാം അവിടെ വെച്ച് ചമ്മിപ്പോയി. കാരണം നമുക്ക് പ്രൊജക്ടർ വേണമായിരുന്നു, ലൈറ്റ് സെറ്റിംഗ് ഉണ്ട്, ഒന്നുമേ നടന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ പരിപാടി നടന്നു എന്ന് പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പ്രൊജക്ടറിനകത്ത് നമ്മളെ വീഡിയോ ഒക്കെ ഇടണം. പിന്നെ ഈ ലൈറ്റൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്, അതെല്ലാം കത്തിക്കണം, നമ്മുടെ ഫോട്ടോ ഒക്കെ പോളറോയിഡ് തൂക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എന്തായാലും കുറേയൊക്കെ നടന്നു. പിന്നെ നമ്മൾ ബോർഡിൽ ഇങ്ങനെ എഴുതി നമ്മുടെ കൈയാട്ടോ, നമ്മൾ 23 പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, അതൊക്കെ പതിപ്പിച്ചു. പിന്നെ 12 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷമ കൊട്ടു. രാവിലെ കുറേ ശേഷം പോകുന്നതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാതെ പോയത്. പിന്നെ ഞങ്ങൾ ഒരു കവറ് എന്തോ ഒരു പറ്റില്ല കേട്ടോ, അത് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ അത് കണ്ടില്ല, എവിടെ പോയെന്ന് പോലും. നിമിഷങ്ങൾക്കുള്ളിൽ അത് കറങ്ങിപ്പോയി തീർന്നിട്ട് അത് എൻ്റെ കയ്യിൽ വന്നു കേട്ടോ. കാരണം അത്രയും ക്ഷമ കെട്ടും നമ്മൾ പ്രോഗ്രാമിന് ഇരുന്നിട്ട്. അങ്ങനെ അവിടെ എല്ലാവരും ഒരുക്കുമായിരുന്നു, ഞങ്ങളിവിടെ തിന്നിരിക്കുമായിരുന്നു. കുറച്ച് പേര് ഒരുക്കും, കുറച്ച് പേര് തിന്നും, കുറച്ച് പേര് യാതൊരു പണിയില്ലാതെ നടക്കും, കുറേ എന്നെ ഫോണും പൊക്കിക്കൊണ്ട് നടക്കും, അതിൽ ഞാനും ഉൾപ്പെടും. അങ്ങനെ സംഭവം തീർന്നു. പിന്നെ എല്ലാവരും ക്ലാസ്സിൽ വന്നു കേട്ടോ. ഈ ലൈറ്റ് ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പോലും ഒട്ടും ആരും കാണാൻ വയ്യ. എങ്ങനെയൊക്കെയോ ഞാൻ വീഡിയോ എടുത്തു എന്ന് പറയാം. നല്ല ലൈറ്റ് കുറവുണ്ട് വീഡിയോയ്ക്ക്. അങ്ങനെ നമ്മുടെ അച്ഛൻ നമ്മുടെ ഫാദറാട്ടോ, നമ്മുടെ അവിടുത്തെ ഹെഡാണ്. ഇത് ഞങ്ങളുടെ പൊന്നോമന ലീഡറാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറും നമ്മുടെ ലീഡറായിട്ടൊരു അനന്തരിയായിരുന്നു ഇവൻ. കാരണം വേറെ ആർക്കും താല്പര്യമില്ലായിരുന്നു ലീഡറാവും, ഇവൻ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അടിച്ചേൽപ്പിക്കുമായിരുന്നു ഇവന് ലീഡർ സ്ഥാനം. പിന്നെ ഇത് ഞങ്ങളുടെ ക്ലാസ് ചാർജുള്ള സാറായിരുന്നു, ഞങ്ങളുടെ പൊന്നോമന സാറിന് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സാറിനൊരു ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തത്. പിന്നെ ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്ന സാർ കേട്ടോ. ഇവിടെ ഇന്നലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാർ തന്നെ. പിന്നെ സാറുമാർക്ക് ഇങ്ങനെ ഓരോ ഫോട്ടോയൊക്കെ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലൊരു പടം വരക്കുകാരിയുണ്ട്, അപ്പോൾ പുള്ളിക്കാരത്തി വരച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ടീച്ചർ ടൂറിന് പോയപ്പം എടുത്ത ഫോട്ടോ കേട്ടോ. ഞങ്ങൾ ചിരിക്കുമായിരുന്നു കണ്ണാടിയൊക്കെ വെച്ചോണ്ട്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് അടിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളന്മാർ എവിടേക്കോ പോയി കറങ്ങാൻ പോയി. ഞാനങ്ങനെ വീഡിയോ ഞാൻ വീഡിയോ പൊക്കി ഇവർ ഏത് മാളത്തിൽ ഇരുന്നാലും പൊങ്ങി വരും കേട്ടോ. ആ ഒരു ഇതിൽ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവരൊക്കെ ഇറങ്ങി അങ്ങ് പോകും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് നമുക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ മേളിൽ നിന്ന് കുറേ നേരം കൊണ്ട് വിളിക്കുക, കയറുക. ഞങ്ങൾ അവിടെ നിന്ന് ഇവരെ പൊക്കി എടുത്തുകൊണ്ട് വരണം.
അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ബിരിയാണി, സലാഡ്, അച്ചാറൊക്കെ ആയിരുന്നു. എല്ലാവരും ഒറ്റ വരിയിൽ ഇങ്ങനെ ഇരുന്ന്, ഇത്രയും പേരുള്ളൂ കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കൃമി കാണിച്ചിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ കഴിക്കായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം കേട്ടോ നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതും അതൊക്കെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കോളേജിൽ ഇങ്ങനെ ഉച്ചയാകുമ്പോൾ ചോറൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ ഏറ്റവും പതിയെ ഇവളെ തിന്ന് തീർക്കുന്നത്. എന്നാൽ ആളിച്ചിരി ഉള്ളതാണ് ഭയങ്കര താമസം. എല്ലാവരും തിന്ന് വൃത്തിയാക്കി പോയാലും അവൾ കഴിച്ച് തീരത്തില്ല. അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് തിന്നണമെന്ന് തോന്നും കേട്ടോ. അവളെ നോക്കിയിരുന്ന് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതാട്ടോ പോളറോയിഡ് 40 എണ്ണം എങ്ങാണ്ടുണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോ കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. നല്ല കുഞ്ഞിതായിട്ട് നമ്മളെല്ലാവരുടെ സെൽഫികളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് മൊത്തം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിങ്ങനെ കറണ്ട് ഇല്ലാതായിപ്പോയി. അപ്പോൾ നമുക്കവിടെ അത് കാണാനുള്ളൊരിതും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് വന്നു. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പോകട്ടോ. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണായിരുന്നു കേട്ടോ. അവളുമാർ അതിനെ ചീത്ത പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ നല്ല വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്ത ഇത് വന്നത് ഒരു സെക്ഷനിൽ നമ്മളിങ്ങനെ പ്രോഗ്രാം നടത്തി. പിന്നെ അതിന് ശേഷമായിരുന്നു ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് സ്ലോ ഹീറ്ററിൻ്റെ കൂടെ കൈ കഴുകാൻ പോകണം കേട്ടോ. ഞാൻ ഫോണും കൊണ്ട് പോകുന്നതുകൊണ്ടൊരു പട്ടി എൻ്റെ പുറകെ വന്നു. ഞാനത് പെട്ടെന്ന് ഫോൺ ഇവിടെ നിന്ന് കുലുങ്ങിയത് കേട്ടോ. പിന്നെ പാട്ടിട്ട പിന്നെ ഇവളെ നോക്കണ്ട, അവളറിയാതെ അവൾ തുള്ളി പോകുന്നുണ്ട്. പാട്ടിട്ട് എനിക്കറിയത്തത് എങ്ങനെയാണ് അവൾ ഓട്ടോമാറ്റിക്കായിട്ട് തുള്ളുന്നതെന്ന്. എത്ര അടങ്ങി നിന്നാലും പാട്ട് കേട്ടാൽ പിന്നെ ഒരു രക്ഷയില്ല തുള്ളു. പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷൻ സൂപ്പറായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ പ്രൊജക്ടറിൽ ഇടണമെന്നൊക്കെ വിചാരിച്ച്, പക്ഷേ ഭാഗ്യത്തിന് കറണ്ട് ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാണ്, നമ്മൾ വലിയ സ്ക്രീനിലൊക്കെ കാണണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പോയാണ്. ഭയങ്കര സെറ്റപ്പിലൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ വന്നതാണ്. പിന്നെ നമ്മുടെ അച്ഛൻ അന്നേരം പ്രോഗ്രാം നടത്തിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ലാപ്പിലാട്ടോ വീഡിയോ കണ്ടത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇയർ തൊട്ടുള്ള വീഡിയോ ഒക്കെ കണ്ട് ചിരി തൂപ്പാട് വന്ന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ കോലമൊക്കെ കണ്ടിട്ട്. പിന്നെ ഇതാ നമ്മൾ സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രെയിം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പോയി വെള്ളമൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഒന്ന് കറങ്ങിയിട്ട് പോയി. അങ്ങനെ എല്ലാവരും ടാറ്റാ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. അങ്ങനെ 3 വർഷത്തെ ജേണി ഇവിടെ തീരുകയാണ് കേട്ടോ. ഭയങ്കര വിഷമത്തിൽ എല്ലാവരും പോയി. കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചതിനെക്കാട്ടിൽ കുറേ മിസ് ചെയ്യും നമ്മൾ കോളേജിൽ. കാരണം അത്രയ്ക്ക് ബോണ്ടിക്കായിരുന്നു എല്ലാവരും തമ്മിൽ. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പിള്ളേർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇവരെയൊക്കെ ഞാൻ കാണുമായിരിക്കും, തീർച്ചയായിട്ടും കാണും. അപ്പോൾ എല്ലാവരും കുറേ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോയിൽ കാണാം.